സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുമ്പോൾ തോൽക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പൊതുമേഖലാ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 ആക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ എടുത്ത തീരുമാനം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇടപെട്ട് മരവിപ്പിച്ചിരുന്നു. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിൽ ഗോവിന്ദൻ മാസ്റ്റർ തീർത്തും എതിരാണ്. എന്നാൽ ഗോവിന്ദൻ മാസ്റ്റർ മുൻപ് മരവിപ്പിച്ച തന്റെ തീരുമാനം നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ പിണറായിക്ക് വാശിയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് ധനമന്ത്രി പാർട്ടി സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ അറിഞ്ഞിട്ടായിരുന്നു. എന്നാൽ പാർട്ടി സെക്രട്ടറി ആയതോടെ അദ്ദേഹം കാലുമാറി. പാർട്ടിയുമായും താനുമായും ചർച്ച ചെയ്തില്ലെന്നാരോപിച്ച MV ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രംഗത്തെത്തിയിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിക്ക് തന്റെ തീരുമാനം തിരുത്തേണ്ടി വന്നു. മുഖ്യമന്ത്രിയുടെ തീരുമാനം ആദ്യമായി അട്ടിമറിക്കപ്പെട്ടു. ഇത് മുഖ്യമന്ത്രിയെ ഞെട്ടിച്ചു. MV ഗോവിന്ദനുമായി പിണറായി പൂർണ്ണമായി തെറ്റിയ സംഭവമായിരുന്നു ഇത്. കോടിയേരി ബാലകൃഷ്ണൻ പോലും എടുക്കാൻ ധൈര്യപ്പെടാത്ത തീരുമാനമാണ് ഗോവിന്ദൻ നിമിഷ നേരം കൊണ്ട് സ്വീകരിച്ചത്. ചാനലുകളിൽ നിന്നാണ് ഗോവിന്ദന്റെ പ്രസ്താവന മുഖ്യമന്ത്രി അറിഞ്ഞത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം തന്റെ ഓഫീസിനെ ചുമതലപ്പെടുത്തി. പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനം തനിക്കെതിരെയാണെന്ന് മനസ്സിലാക്കിയതോടെ മുഖ്യമന്ത്രി ക്ഷുഭിതനായി. ആരോട് ചോദിച്ചിട്ടാണ് ഗോവിന്ദൻ തനിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയതെന്ന് പിണറായി ക്ഷുഭിതനായി ചോദിച്ചു അത്രേ. എന്നാൽ ഗോവിന്ദൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. പിന്നീട് മുഖ്യമന്ത്രിയും മനസ്സില്ലാ മനസ്സോടെ നിശബ്ദനായി. ഗോവിന്ദന്റെ തീരുമാനം പിണറായിയെ ഞെട്ടിച്ചുവെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാർട്ടി പിണറായിയുടെ കൈപ്പിടിയിലായിരുന്നു. കോടിയേരി പാർട്ടി സെക്രട്ടറി ആയപ്പോഴും ഫലത്തിൽ പാർട്ടി സെക്രട്ടറി പിണറായി തന്നെയായിരുന്നു. പിണറായി അറിയാതെ പാർട്ടിയിൽ ഒന്നും നടക്കില്ലെന്ന സാഹചര്യം പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അതിലാണ് പെട്ടെന്ന് മാറ്റമുണ്ടായത്. ഇതാണ് പിണറായിയെ വേദനിപ്പിച്ചത്. MV ഗോവിന്ദൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പങ്കെടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പരിഗണനയ്ക്ക് വന്നിരുന്നു. 2022 ഏപ്രിൽ 20 ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച സെക്രട്ടറി തല സമിതിയുടെ റിപ്പോർട്ട് പരിഗണനയ്ക്ക് വന്നത്. ആ സമയം എക്സൈസ് തദ്ദേശ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു MV ഗോവിന്ദൻ. അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ഓഗസ്റ്റ് 28-നാണ്. സെപ്റ്റംബർ ആദ്യവാരമാണ് MV ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. യോഗത്തിൽ പങ്കെടുത്ത MV ഗോവിന്ദൻ പിണറായിയുടെ തീരുമാനങ്ങളെ സർവാത്മന സ്വീകരിക്കുന്നയാളായിരുന്നു. മന്ത്രിയായിരിക്കുമ്പോൾ പിണറായിക്കെതിരെ ഒരക്ഷരം ഗോവിന്ദൻ സംസാരിച്ചിരുന്നില്ല. 2017 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ശമ്പള ഘടന അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാനായി റിയാബ് ചെയർമാൻ അധ്യക്ഷനായി വിദഗ്ധ സമിതി രൂപീകരിച്ചത്. കമ്മിറ്റി 2020 നവംബർ 30 റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ ഫെബ്രുവരി 12 ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് സെക്രട്ടറി തല കമ്മിറ്റി ശുപാർശ ചെയ്തു. ഈ റിപ്പോർട്ടാണ് മന്ത്രിസഭ ഏപ്രിൽ 20 പരിഗണിച്ചത്.